അന്വേഷണം പറ്റിക്ക് ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടിയെന്നുള്ള മൊഴികൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ ഇതിന്റെ സ്റ്റാൻഡ് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് ചെയർമാനാണ്. ഈ കോറ്റിയൊന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ നമ്മൾ 2014 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഉത്തരവാദിത്വം, പ്രതിബദ്ധത, ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, ഇവിടുത്തെ മന്ത്രി, ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇത് ഒരു ഉത്തരവാദിത്തത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡ് ഡിസോൾവ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഒരു അന്വേഷണം നടക്കട്ടെ. അത് SIT വഴി അന്വേഷണം നടക്കട്ടെ, സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വഴി ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഈ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് പുറത്തു നിന്നുള്ള വാർത്തകൾ മുമ്പ് ഉണ്ടായിരുന്നു. അതിൽ ED ഒരു തുടർ നടപടിക്ക് പോകാത്ത എന്തുകൊണ്ടായിരിക്കും? അത് EDയോട് തന്നെ ചോദിക്കണം. ED എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, അത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അഴിമതി നടന്നിട്ടുണ്ട്. അത് ലാവ്ലിൻ കേസിൽ നമ്മളറിയാം. അത് കഴിഞ്ഞിട്ട് എക്സാലോജിക്കൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് ED ആണ്. അതിന്റെ ജുഡീഷ്യൽ പ്രോസസ് ചെയ്യേണ്ടത് ജഡ്ജിമാരാണ്. ED ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു നിലയ്ക്കുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കോൺഗ്രസ്സുകാർ എത്രയോ കാര്യങ്ങൾ പറയും. അതിപ്പോ ഇന്ത്യ അലയൻസിലും രണ്ടുപേരും ഒരു എന്താണ് രാഷ്ട്രീയ ഇരട്ടകള് ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് ഓരോരോ കാര്യങ്ങൾ പറയും. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൃത്യമായ ജനങ്ങൾക്കറിയാം, കോൺഗ്രസും CPM ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനത്തിലും മത്സരിക്കുന്നു, ഒരു അലയൻസിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നാടകം അവർ ചെയ്യുന്നു, അത് ചെയ്യട്ടെ. ഈ ED സമൻസ് അയച്ച വിഷയം BJP എങ്ങനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത് തീരുമാനിച്ചത് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ പറഞ്ഞില്ലേ, അഴിമതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഴിമതിന്റെ എതിരെ വിമർശിക്കും, അതിനുവേണ്ടി പ്രതിഷേധം ചെയ്യും. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഞാൻ എക്സാലോജി കേസിൽ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി 2014 പറഞ്ഞ കാര്യമാണ്, ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് അന്ന് പ്രതിപക്ഷ നേതാവായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ അഴിമതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പറയുന്നു, ആഗ്രഹിക്കുന്നു അദ്ദേഹം രാജിവെക്കണം. CPM BJP ഡീൽ എന്നുള്ളതൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. പറയുന്ന രാഷ്ട്രീയക്കാർ വോട്ട് ചോരി എന്തായെന്ന് ചോദിക്കണം അവരോട്.